അപ്പോൾ ദേ ഇന്നലത്തോടു കൂടി നമ്മുടെ റിസപ്ഷനുള്ള ഡ്രസ്സ് എടുക്കൽ ഫുൾ അങ്ങ് തീർന്നു കിട്ടിയിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ താരം നമ്മുടെ കല്യാണ സാരി. അപ്പോൾ ദേ ഇന്ന് നമ്മൾ പോകുന്നത് കല്യാണത്തിന് എടുക്കാനുള്ള സാരി വാങ്ങിക്കാനാട്ടോ. സാരി ഷോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇട ദിവസം നോക്കിയാട്ടോ പോയത്. കാരണം സൺഡേ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് മര്യാദക്ക് ഒന്നും നോക്കിയെടുക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടാണ് സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കുന്നത്. ഫസ്റ്റ് നമ്മളപ്പോൾ സാരി നോക്കാൻ വേണ്ടി പോകുന്നത് എറണാകുളത്തുള്ള രാധാകൃഷ്ണയിലാട്ടോ. തൃപ്പൂണിത്തുറയിലാണെങ്കിൽ കൃഷ്ണ സിൽസ്, എറണാകുളത്താണെങ്കിൽ രാധാകൃഷ്ണ. ഈ രണ്ട് കടയിൽ നിന്ന് ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ എൻ്റെ നമുക്കൊരു തൃപ്തി ആവില്ല കേട്ടോ. എപ്പോഴും ഇവിടെ നിന്ന് കിട്ടുന്ന തൃപ്തി നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ലെന്നേ. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് MG റോഡിലുള്ള കരിഷ്മ സിൽസിട്ടാട്ടോ. ഈ ഇരിക്കുന്ന ഓറഞ്ച് സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമേ നോട്ട് വിട്ടത് ഈ ഓറഞ്ച് കളറുള്ള സാരി ആയിരുന്നു. ഇവിടെയാണെങ്കിൽ സാരിയുടെ ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി ആട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോന്നും അവരെടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടും, അടുത്തത് കാണിക്കുമ്പോൾ അടുത്തത് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥ ചെയ്തോട്ടെ നമുക്ക്. അങ്ങനെ ഒരുപാട് നേരത്തെ സെലക്ഷനും ട്രയലും എല്ലാം കൂടി കഴിഞ്ഞ അവസാനം നമ്മൾ 2 സാരി അങ്ങ് സെലക്ട് ചെയ്തട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെ സാരി ഫുൾ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയത് നമുക്ക് റിസപ്ഷൻ എടുക്കാനുള്ള സാരിയാണ്. ബ്ലാക്ക് കളറുള്ള സാരിയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് ആദ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഈ സാരി ആട്ടോ. ഇത് കണ്ടപ്പോൾ നമ്മൾ അതിലങ്ങ് ഫ്ലാറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് അങ്ങനെ 3 സാരിയും പർച്ചേസ് ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ MG റോഡിലാട്ടോ. സാരി എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ബ്രോഡ്വേട്ടാട്ടോ. സാരിയുടെ ബ്ലൗസിലൊക്കെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള ബീഡ്സ് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേ ബ്രോഡ്വേയിലുള്ള ഓറഞ്ചിലേക്ക് വന്നേക്കണം കേട്ടോ. കല്യാണ ഷോപ്പിംഗ് മെയിൻ പാർട്ട് തന്നെയായിരുന്നു ഈ സാരി ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സാരി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരും കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ നാളെ നമുക്കിനി അടുത്ത ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.